ഇത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം തിരുവുത്സവം. ഉത്സവങ്ങളാവുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ മാത്രം കണ്ടാൽ പോരാ, മറ്റ് നാടുകളിലെ ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ കാണണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഏറ്റുമാനൂരപ്പൻ്റെ ഏഴര പൊന്നാന ദർശനം കാണണമെന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ. അപ്പോൾ ഇപ്പോഴാണ് അത് സാധിച്ചത്. അപ്പോൾ ആ കാഴ്ചകളിലേക്കും ആ വിശേഷങ്ങളിലേക്കും. ഉത്സവ നാളുകളിൽ മാത്രം കാണാൻ പറ്റുന്ന ഏഴര പൊന്നാനയ്ക്ക് മുമ്പ് വണങ്ങിക്കൊണ്ട് കാണിക്ക സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യവും ഉണ്ടാവുമെന്നാണ്. ഇത് മനോഹരമായ ദീപങ്ങളാൽ അലങ്കൃതമായ കാഴ്ചപ്പന്തലാണ്. തൃശ്ശൂരൊക്കെ പൂരപ്പന്തൽ ഉണ്ടാവാറില്ലേ, ഒരുപാട് നിലകളൊക്കെ ആയിട്ടുള്ള പൂരപ്പന്തൽ, അതുമാതിരി ഇവിടെയുള്ള കാഴ്ചപ്പന്തലാണിത്. ഇവിടുത്തെ ക്ഷേത്രവും ക്ഷേത്ര ശ്രീകോവിലും സാധാരണ ഭൂനിരപ്പിൽ നിന്നും താഴെയാണ് നിലകൊള്ളുന്നത്. ഏറ്റുമാനൂരപ്പനോട് എല്ലാവർക്കും ഒരു ഭയമാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് കള്ളം പറയാൻ പാടില്ല അത്രേ. കാരണം അത് അതുപോലെ ഫലിക്കുമെന്ന്. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് ഏറ്റു പറഞ്ഞാൽ അത് ഭഗവാൻ കേൾക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കാഴ്ചപ്പന്തലും കാഴ്ച ശീവേലിയും ഏറ്റുമാനൂർ ഏഴര പൊന്നാന ദർശനവും കഴിഞ്ഞിട്ട് ഏറ്റുമാനൂർ തിരുവുത്സവത്തിൻ്റെ 10 ദിവസത്തെ ചടങ്ങുകളിൽ ഒരു ദിവസത്തെ രാത്രി ഞാൻ അവിടെ ചെലവഴിച്ചു. വളരെ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവവും ഒക്കെ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ മനോഹരമായൊരു രാത്രി സമ്മാനിച്ച ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട്